ഇന്നൊരു ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ഒരു തോട്ടം പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക്. ഇത് എൻ്റെ വീടിന് അടുത്തുള്ളൊരു തോട്ടം തന്നെയാണ്. ഇന്നിപ്പോൾ ഫുള്ളായിട്ട് കായ്ച്ചിട്ട് ഇതിൻ്റെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അയൽവാസി ബഷീർഖാൻ്റെ തോട്ടമാണിത്. അപ്പോൾ അതിൻ്റെ വിളവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഷീർഖാ വരുന്നത്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം റഹ്മത്തുള്ളാഹി. ബഷീർഖാ എത്രത്താനോ എന്താ പരിപാടി? ഇപ്പോൾ പരിപാടി തന്നെ വീഡിയോ എങ്ങനെ എടുക്കുകയാണ്. കുറച്ചായാലും ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ഇതിനൊക്കെ പറ്റി കൂടുതൽ ഇപ്പം എത്ര ഉണ്ട്? ഇതൊരു 10-15 ഉണ്ട്. എങ്ങനെ ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ എടുക്കണേ? ഇതൊരു 600 ഗ്രാം ഉണ്ടാവും. ഇത് മുട്ട് വിരിഞ്ഞ് ഒരു 10 ദിവസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ പൂവൊക്കെ വിരിക. പൂ വിരിഞ്ഞത് ഇപ്പം ഇന്നിപ്പോൾ വിരിഞ്ഞ പൂവ് എങ്ങനെ പൂ വിരിണ്ട് കാണിച്ചാണ് നീ? ഇതിപ്പോൾ ഇന്ന് രാവിലെ വിരിഞ്ഞതാണ്. ഇതൊരു 10 മണിയാകുമ്പോഴത്തേന് തന്നെ ഇങ്ങനെ കൂടും, വാടിപ്പോവും. പിന്നെ ഈ കായാണ് പിന്നെ ഒരു 10-28 ദിവസം നമുക്ക് പറിക്കാനാവുക. ഈ കായ് ഇപ്പൊ ഇത് കായാണ്. ഇത് കൊഴിഞ്ഞു പോവും? ഇത് കൊഴിഞ്ഞു പോയില്ല, ഇതിങ്ങനെ തൂങ്ങി കൊടുക്കാം. നമ്മൾ ഇവിടെ കാണാം. എവിടെ കാണാം? താഴെ ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഉണങ്ങും. ഇതിങ്ങനെ എടുത്തിട്ട് ഒഴിവാക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ കട്ട് ചെയ്യും. ഇത് പൈക്കണോ? അത് ആയതാണ്, കട്ട് ചെയ്യാനുള്ളതാ. ഇതിപ്പോൾ കട്ട് ചെയ്യാണ്. ഇതിന് ഈ കട്ടർ തന്നെ വേണം കട്ട് ചെയ്യാൻ. ഇതിപ്പോൾ ആയതൊന്ന് കട്ട് ചെയ്യണല്ലേ? ഇതേതാ ചോപ്പ്? ഇതിൽ മറ്റേ വേറെ ഫ്ലവർ കളറുണ്ടോ? വെള്ളമുണ്ട്. വെള്ളങ്ങൾ വെച്ചിട്ടില്ല ഇവിടെ? വെള്ളമുണ്ട്, നമ്മൾ ഈ സൈഡിലുണ്ട്. വെള്ളമാണ് ഇപ്പോൾ 2 കണ്ണ്, അത് വെള്ളി പെട്ടതാ. അങ്ങേറ്റത്ത് കാണുന്നത് വെള്ളയിൽ. കാരണം നമ്മളെ ഫ്ലവർ നല്ല ബ്ലഡ് കളർ. കൈമിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബ്ലഡ് കളർ. ഒന്ന് ടേസ്റ്റ് നോക്കാം, ഒന്ന് കട്ട് ചെയ്തേ നോക്കട്ടെ. ഇതിപ്പോൾ കടയിലേക്ക് കൊടുക്കണ്ടേ? കടയിൽ കൊടുക്കണ്ട്. ഇതാ ഇതിങ്ങനെ അടർത്തിട്ട് കഴിക്കുക. സൂപ്പർ ടേസ്റ്റ് ആട്ടാ. ജ്യൂസ് അടിച്ചാണെങ്കിൽ പറ്റൂല? ജ്യൂസ് അടിക്കാം, പാല് പഞ്ചസാര ഇട്ട് ജ്യൂസ് അടിക്കാം. മധുരം കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അല്ല, ഇങ്ങനെ കഴിക്കലാണ് ഇതിൻ്റെ ഏറ്റവും ഉത്തമം. ഇത് കിലോന് എത്ര വില വരുന്നത്? കിലോന് ഇപ്പോൾ കടയിൽ 200. ഇപ്പോൾ കുറച്ച് മാർക്കറ്റ് ഇടിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ 200 റുപ്യക്ക് കടയിൽ കിട്ടുന്നുണ്ട്. ദിവസം തുടങ്ങുന്ന സമയത്ത് ഇതിന് 260-270 വില ഉണ്ടായിട്ടുണ്ട്. സീസണാ? ഇവിടെ ഇപ്പോൾ എത്ര വെച്ചിട്ടുണ്ട്? മതി ഇവിടെ എത്ര വെച്ചിട്ടുണ്ട്? ഇത് 360 ഉണ്ട്. 360. ഇത് എത്ര സെൻറ്റിലത്? ഇത് 25 സെൻറ്റ്. 25 സെൻറ്റിൽ 360 ഉണ്ട് അല്ലേ? 90 കാല്. 90 ഒരു കാലില് 4 തെയ്യ്. ഇതിപ്പോൾ നമ്മള് ഈ കോൺക്രീറ്റിന്റെ കാൽമേൽ തന്നെ കുത്തിയാൽ തന്നെ ഉണ്ടാവുള്ളൂ, അങ്ങനെ ഉണ്ടോ? അങ്ങനൊന്നുമില്ല. ഏതെങ്കിലും നമുക്ക് എവിടെയും നട്ടാം, മരത്തിൽ നട്ടാം, പക്ഷെ ആ മരത്തിൽ കയറാൻ പറ്റില്ല എന്നുള്ളൂ. ഇത് എത്ര ഉയരത്തിലും പൊന്തും? പൊന്തും. പിന്നെ ഇത് എങ്ങനെയാണ് കുഴിച്ചിട്ടുള്ള ഒരു കൊമ്പ് കുത്തില്ല? ഇത് എങ്ങനെയാണ് പരിപാടികളൊക്കെ? ഇതിപ്പോ ഒരു കാലിന് 4 തെയ്യ നട്ടിട്ടുള്ളത്, 4 സൈഡിലായിട്ട്. ഇത് ചതുരക്കാലാണല്ലോ, അപ്പൊ അതുകൊണ്ട് 4 സൈഡിലും ഓരോ തെയ്യ നമുക്ക് നടാം. ഇവിടെ ഇങ്ങനെ തെയ്യ നട്ടിട്ട് അതിങ്ങനെ കെട്ടി കൊടുക്കല? കെട്ടി കൊടുക്കുക. അതിൽ ഇങ്ങനെ കെട്ടി കൊടുക്കുക. പിന്നെ വലുതായി കെട്ടി കൊടുക്കാഞ്ഞാൽ ഇത് ഇങ്ങനെ അടർന്നിട്ട് താഴത്തേക്ക് പോകും. അപ്പൊ നമ്മളിത് മേലത്ത് നേരെ കെട്ടണം. കെട്ടി കൊടുത്തിട്ട് പിന്നെ അതിന്റെ ഒരു ടയർ വെച്ചിട്ടാണ്. ടയറാണ്. ആ ടയർ വെച്ചിട്ട് ഇങ്ങോട്ട് ചാടിക്കും. അതിന്റെ തളുപ്പ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. ഏറ്റവും മേൽക്ക് എത്തി കഴിഞ്ഞാല് അപ്പോഴാണ് അതിന്റെ ബ്രാഞ്ചസ് ഉണ്ടായി ഇങ്ങോട്ട് മറിയുന്നത്. ഇനിയിപ്പോൾ നമുക്കൊരു പുതിയൊരു വിത്ത് ഇത് കൊണ്ടുപോയി വെക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക? നമ്മൾക്ക് ഇതിന്റെ മൂപ്പായത് ഇപ്പൊ ഈ കായ്ച്ചത് ഉണ്ടല്ലോ, ഈ കായ്ച്ചതിന്റെ മൂപ്പായത് നമുക്ക് ഇവിടെ കട്ട് ചെയ്തിട്ട് നമ്മൾ തയ്യാക്കി കൊടുക്കും. നിങ്ങൾ തെയ്യ് കൊടുക്കണ്ട ഇവിടെ? തെയ്യ് നമുക്ക് ഈ നവംബറിന്റെ ശേഷം നമ്മൾ തയ്യാക്കി കൊടുക്കും. ഇപ്പൊ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇതൊക്കെ ഇപ്പൊ കൂടുതൽ തൂങ്ങിയെടുക്കില്ല. ഇതിന് ചിലപ്പോൾ കായ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഇനിയിപ്പോ ഈ കവിളിലാണ് ഉണ്ടാവുക. ഈ കവിള് പൊട്ടിയിട്ട് അവിടെ നിന്നാണ് തൈ ഉണ്ടായി വരില്ല. ഇതേപോലെ ഉണ്ടാവും, ഈ എൻഡിലും ഉണ്ടാവും.
ഇതിപ്പോൾ അത് എൻ്റെ ആണ് അതുണ്ടിൻ്റെ. ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായതാണ്. ഇതൊക്കെ ഇനി എത്ര ദിവസം കൊണ്ടായി വരും? ഇതിപ്പോൾ ഏകദേശം ഈ വിരിഞ്ഞിട്ട് ഒരു 10-15 ദിവസം വരെ അയക്കണേ. ഇനി ഒരു 10 ദിവസം കൊണ്ട് അത്. ഇത് നമ്മൾ കവറിട്ട് മൂട് അങ്ങനൊന്നും വേണ്ടല്ലേ? അങ്ങനൊന്നുമില്ല, ചിലർ ചെയ്യലുണ്ട്, പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഇതൊക്കെ പിന്നെ ഉണ്ടാവുള്ളതാണ്, ഇതൊക്കെ കൊഴിഞ്ഞു പോകും. അതൊക്കെ ഉണങ്ങിയിട്ട് പോകും. പിന്നെ ഇപ്പോൾ വിരിയാനായ പൂവ് നമുക്ക് നോക്കാം. ഇനി ഇവിടെ വിരിയാള് ഒന്ന് കാണിച്ചാട്ടിയാണ്. ഇതിപ്പോൾ അതിൻ്റെ മുട്ടാണ്. ഇതൊരു 4 ദിവസം കൊണ്ടാണ് ഇനിയിപ്പോൾ ഇത് വിരിയുന്ന രീതിയിൽ വരിക. ഇതൊക്കെ ഇനി വിരിയാളാണ് അല്ലേ? ആ, ഇതൊന്ന് വിരിയാളുള്ളത്. ആ, ഇതൊന്ന് രാത്രി കൊണ്ട് വിരിയും. അതേപോലെ ഇതൊന്ന് രാത്രിക്ക് പാകായതാണ്. ഇത് രാത്രിയാണ് മിക്കവാറും ഇത് വിരിയൽ. നല്ല കുടപ്പൂവ് അതിലെ നല്ല വലിയ പൂവാണ്. രാത്രി വിരിഞ്ഞിട്ട് പിന്നെ ഇത് എത്ര ദിവസം കൊണ്ട് നമുക്ക് ഇത് ഫ്രൂട്ട്സ് ആയിട്ട് കിട്ടും? 28-ാം ദിവസം ഫ്രൂട്ട്സ് ആവും. 28-ാം ദിവസം എടുക്കണത്. അതിൽ ഇനി എടുക്കാൻ നമ്മൾ മറന്നു പോയാൽ അപ്പോൾ മറന്നുപോയാൽ അത് പൊട്ടല് വരും. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കീറും. കീറിയാൽ പിന്നെ ഒന്നിനും പറ്റില്ല. പറ്റില്ല, നമുക്ക് എടുക്കാം. എടുത്ത് വിപണി പോയില്ല എന്നുള്ളൂ. നമുക്ക് വീട്ടുകാർക്കൊക്കെ തിന്നാം. അതെ, കച്ചവടത്തിന് പറ്റൂല. കച്ചവടത്തിന് ആ ഫ്രഷ്നെസ്സിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ 28-ാം ദിവസം എടുക്കണം. 28-ാം ദിവസം എടുക്കണം. അങ്ങനെ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതേ ബഷീറാക്കാൻ്റെ കൂടെയാണ്. ബഷീറാക്ക ഇപ്പോൾ ഇത് ഒരു സംരംഭമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവരൊക്കെ ബഷീറാക്കാനായിട്ട് ബന്ധപ്പെടുക. ഇപ്പം ഇതിൻ്റെ സീസണാണ്. അല്ല, പിന്നെ കാര്യമായിട്ട് പറയാനുള്ള അറിയിട്ടിട്ട് നമ്മൾ മറ്റേ രാസവളം ഒന്നുമില്ല, ഒക്കെ ജൈവവളം മാത്രമേ ഉള്ളൂ. നാച്ചുറൽ 100% നാച്ചുറലാണ്. അതാണ് ഇതിൻ്റെ കാര്യമായിട്ടുള്ള മേന്മ. വിഷം കുത്തി കയറ്റണില്ല, വിഷമില്ല, ഇംഗ്ലീഷ് വളം കൊടുക്കണില്ല, ഒന്നുമില്ല. അപ്പോൾ നാച്ചുറലായിട്ട് നല്ല നനച്ചുണ്ടാക്കി അവിടെ നിന്നുള്ള അനുയോജ്യ വളം ഉപയോഗിച്ച് ചെയ്യണ ഒരു ഫ്രൂട്ട്സാണ്. വേണ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ബന്ധപ്പെടുക. ഞാൻ ബഷീറാക്കാൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ. നമ്പർ ഒന്ന് പറഞ്ഞോളൂ. 97 46 08 48 24. ഇത് എവിടേക്കും നിങ്ങൾ സപ്ലൈ ചെയ്ത് കൊടുക്കുമോ? നമുക്ക് കൂടുതൽ ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സപ്ലൈ ചെയ്യാം. ദൂരക്കാണെന്നുണ്ടെങ്കിൽ ഇനി ആർക്കെങ്കിലും മുൻകൂട്ടി വേണമെന്നുണ്ടെങ്കിലൊക്കെ ഈ നമ്പറിൽ വിളിച്ചിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആ സമയം പറയും. ഏകദേശം വിളവെടുക്കുന്ന സമയം നമുക്കറിയില്ല, ആ സമയം നമുക്ക് എത്തിച്ചു കൊടുക്കാം. ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചോളി. ആവശ്യമുള്ളവരൊക്കെ ബന്ധപ്പെട്ടോളി. ഫ്രൂട്ട്സ്, ഡ്രാഗൺ ഫ്രൂട്ട്സ് നല്ല റെഡ് കളറ്. എപ്പോൾ വന്നാലും ബഷീറാക്കയുമായി ബന്ധപ്പെടുക. കേട്ടാ, ഫുള്ള് ഇതൊക്കെ ഇപ്പോൾ വിളവെടുക്കാനുള്ളതാണ്. അപ്പോൾ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിങ്ങനെതാ ഒരു കുറച്ച് ഞങ്ങളിപ്പോൾ പറിച്ചിട്ടുള്ളൂ, ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി. കഴിഞ്ഞിട്ടില്ല, നമ്മളൊരു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ വീട്ടിലെത്തിപ്പോൾ ഒരു വിളവെടുപ്പിന് 5 ബക്കറ്റൊക്കെ കിട്ടും. 120 പീസൊക്കെ നമുക്ക് ഒരു സമയത്ത് എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു ബക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി പറക്കാണ്ട്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ ഒരു ഫീൽഡൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട്സിലേക്ക് വരാനുള്ള ഒരു കാരണം ഇപ്പം എന്താ? ഇത് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ കാലത്തെ ഒരു വീക്ഷണമായിരുന്നു. ഞാനിങ്ങനെ യൂട്യൂബിലൂടെയൊക്കെ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ കാണും. അപ്പോൾ അതിങ്ങനെ പോകാനൊരു ഇൻട്രസ്റ്റ് നമുക്ക് വേണം. ഇതേപോലെ ഒരു ഫാമായിട്ട് തുടങ്ങാന്നുള്ളൊരു പ്രചോദനം എനിക്ക് അതിന്നാണ് കിട്ടിയത്. അപ്പം നമ്മൾ എൻ്റെ വീട്ടിലൊരു പോസ്റ്റ് ഞാൻ ആദ്യം നട്ട്, അതിന്നാണ് ഇതിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടാൻ കാരണം. ഉണ്ട്, എപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോൾ ഈ നമ്പറൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളി, ആവശ്യം വരും. നല്ല രസമുള്ള സാധനം കേട്ടോ. ഞാൻ ഇപ്പോൾ തിന്നു ലൈവായിട്ട് അവിടെ നിന്ന് പറിച്ചപ്പോൾ തന്നെ. എന്നായിക്കോട്ടെ, ഓക്കെ, എന്നാൽ ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം.